ഈ ഓർഡർ ഷാർപ്പ് ആയിരിക്കും, പെർഫെക്റ്റ് ടൈം ആയിരിക്കും. നോക്കിക്കോ. ഷാർപ്പ് ടൈം. ഇന്ന് ഞാൻ കലക്കും. യെസ്. ഹലോ സർ, ഹൗ ആർ യു? പിസ കറക്റ്റ് ടൈം അല്ലേ സർ? ഷാർപ്പ്. പിസ എവിടെ? പിസ എടുക്കാൻ മറന്നല്ലേ? ഇനി അടുത്തയാണ്. ആളൊരു വെടക്കണം. ആ കേറ് കേറ്. എന്താണ് തന്നെ ഉദ്ദേശം? ലോഡ് കൂടുതൽ ഇറങ്ങിക്കടോ. തനിക്ക് മോളിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ എനിക്ക് വണ്ടി പോകില്ല. ചെലവുമാർ ഇങ്ങനെ പോസ്റ്റ് കിട്ടിയാലും മതി. ഇപ്പോഴാണ് ശരിക്കും കിട്ടിയത്. അയ്യോ പാവ അച്ഛാ, കാലിന് വയ്യാത്ത ആളാ. എന്താണെന്ന്? കാലിന് വയ്യാത്ത ആളാ? അതെ, വേണമെങ്കിൽ മോളെ ഒന്ന് കെട്ടിച്ചാൽ നോക്ക്. 10 മാസം കഴിഞ്ഞ് അതുപോലെ വന്നിരിക്കണാണ്. കാലിന് മാത്രം വയ്യാകുള്ളൂ കേട്ടാ. നെക്സ്റ്റ്. ഇത് ഓടിച്ച് നടന്നിട്ടാണല്ലേ എന്നോട് പൈലറ്റ് ആണെന്ന് പറഞ്ഞത്? അല്ല, ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഇതും. എക്സ്ക്യൂസ് മീ, ഈ ഫ്ലൈറ്റ് ഒന്ന് മാറ്റിയിട്ടിരുന്നെങ്കിൽ ബാക്കിയുള്ളതൊന്നും കടന്നു പോകാമായിരുന്നു. കഷ്ടം, പൈലറ്റാണ്. നെക്സ്റ്റ്. ഇന്ന് പണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പെണ്ണുമുള്ള വീട്ടിലിരുന്നല്ലാന്ന്. ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തത്. എല്ലാ പെണ്ണുങ്ങളെയും കൊതിപ്പിച്ചിട്ട് ഞാൻ കടന്നു കളയും. എന്തോ? ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തതെന്ന്. എങ്ങനെ? ഇതാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന്. അതാണ് ശിവക്ക് ഇതെന്നോട് തുറന്ന് പറഞ്ഞൂടെ? എന്നെ ഇഷ്ടമാണെന്ന് നമ്മൾ നിന്നോട് എങ്ങനെയാ പറയണേ? ഇവളെയും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാലാ? പങ്കാളി, ഈ അമർ ഒരു പെണ്ണിനെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവളെ ഈ അന്തോണി വളച്ചിരിക്കും. കാണാം. കാണാം. ഓപ്പ്, നീ ഇതുവരെ ശരിയാക്കില്ലേ? ഇനി ഇന്നും ലേറ്റ് ആവുമല്ലോ. ആന്ന് പെട്രോൾ ഇറങ്ങാഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇറങ്ങാഞ്ഞിട്ടാ ഒഴിക്കാഞ്ഞിട്ടാ? ഒന്ന് ചരിച്ചു നോക്കിയാലേ? നീ ചരക്കി. കഴിഞ്ഞ ആഴ്ച 30 രൂപയ്ക്ക് അടിച്ചാലോ? എന്താണ് ഫോണില്? ഫേസ്ബുക്കിലാണോ? നീയും ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ലോ. നീ ആ കനികാമേനെ സ്വയം കൊടുക്കണുണ്ടാ? ഏത്? +2 പഠിക്കണ കനികാമേനോനാ? അറിയാന്നാ? അതേടാ. അമ്മച്ചിക്ക് എങ്ങനെ? അതിന് നീ കനികാമേനെ നേരിട്ട് കണ്ടുണ്ടോ? ഇല്ല. അന്നാ ഇപ്പൊ കണ്ടു. ഞാൻ തന്നെയാടാ. പഴയ ആളൊന്നും അല്ലാത്ത. ഹൈടെക് ഹൈടെക്. എന്റെ പൊന്ന് ജോസഫേട്ട, 500 വരെ ചിക്കൻ ബിരിയാണി അല്ലേ? അത് ഞാൻ ഏറ്റെന്ന്. അപ്പൊ ശരി, ഞായറാഴ്ച കാണാം. ഓക്കെ. അല്ല പിന്നെ ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന? ഞാനിപ്പോ ദുരന്തമൊന്നും പറയാറില്ല. അതൊക്കെ എന്നെ നിർത്തി. ആഹാ, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ. അരമണിക്കൂറിന്റെ സ്റ്റാർട്ടായല്ലോ വണ്ടി. പോവാം. രജുഭായ്, ശിവുവിന്റെ കല്യാണത്തിന് നമ്മൾ തർക്കണ്ടേ? പോലെ പോലെ പോലെ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, എന്തോന്ന് കല്യാണം. കല്യാണം കഴിക്കാൻ ഞാനും ഒരുങ്ങിക്കെട്ടി പള്ളി പോയി നിന്നതാ. എന്നിട്ടെന്തായി? പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ പോയ കാറുകാരുടെ ഒപ്പം അവള് പ്രേമിച്ചോടിച്ചോടിപ്പോയി. ഈ ഷിബുവിന്റെ പെണ്ണും പന്തലി വരും. നിനക്ക് വല്ല ഉറപ്പുണ്ടാ? ബായ് ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി. അപ്പൊ നിങ്ങൾ ടൂർ പോയേന്ന്? പണ്ട് ഇതുപോലെ തന്നെ എന്റെ അമ്മാവൻ ടൂർ പോയ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ട് അതിലുള്ളവര് മൊത്തം ബോട്ടിൽ തീർന്നു പോയി. നീ വണ്ടി എടുക്കണം. ഒരാളെങ്കിലും രക്ഷപ്പെടാറില്ല. പോലടാ, അമ്മാവന് 9 കഷ്ടാക്കി കൊണ്ടുവന്ന കഥയോട് കേട്ടു പോണം. 24 ആഴ്ച ഉടനെ കെട്ടണമെന്ന് പറഞ്ഞു. എന്റെ ലാ കെട്ടാൻ ബെൽറ്റ് മാത്രമേ ഉള്ളൂ, കാശൊന്നുമില്ല. എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? 1-2 കൊള്ളാം. അതെ, പേഷ്യന്റിന് മാറാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവരണം. അതുകൊണ്ട് ദൈവം എടുത്തുണ്ടോ? ഞാനാ? ഇല്ലാതെ ഇങ്ങനെ ഓടാപ്പ. പണ്ട് ഇതുപോലെ തന്നെ എന്റെ പരിഞ്ഞപ്പൻ മാമോദീസയുടെ അന്ന്. ഈ നാരിനോടൊന്നും മിണ്ടാതിരിക്കാൻ ഷർട്ട്. ഈ ഷർട്ടോ?
നിന്നോട് ഞാൻ ആ പച്ച കോളറിന് ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിടെ പറഞ്ഞത്. ഇത്രയില്ലാത്ത പെൺപിള്ളേരെ കണ്ടിട്ടാണ് കിളവന്റെ ഇളക്കം. എടാ നിന്റെ അച്ഛനല്ലാതെ വേറെ ഏതെങ്കിലും മനുഷ്യർ ആശുപത്രിയിൽ പാർട്ടി വരടോടാ? എന്താ ഇങ്ങനെ? എൻ്റെ അമ്മ ഇവിടെ ICUലുണ്ട്. ക്രിട്ടിക്കലാണ്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. സോറി അല്ലേ, ഇതിലും ഭേദം നിന്റെ അച്ഛനാണ്. ആ അമറേ, ആ ആംബുലൻസ് ഡ്രൈവർ വന്നുണ്ട്. ഹോസ്പിറ്റലിലേട്ടോ വരട്ടേന്ന്. അതല്ലടാ, അവനാണ് നിന്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവർ. അവൻ തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഒന്ന് പോയി കണ്ടേന്. ജഡായു സാബ്. ജഡായു സാബു. ജഡായു സാബ്. ജഡായു സാബു. താങ്ക്സ് ചേട്ടാ. അപ്പൊ ഓക്കെ എന്നാ. ഈ ജഡായു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വരുമല്ലോ. അത് ആളുകളെ പറന്നു നിന്ന് രക്ഷിക്കുന്നുണ്ട് നാട്ടുകാരിട്ട പേരാ. പറഞ്ഞു നിന്ന് രക്ഷിക്കുന്ന ഡിങ്കനല്ലേ? ചേട്ടൻ എന്തെങ്കിലും വാങ്ങണം. എനിക്കൊന്നും വേണ്ട. ഓക്കെ, അതല്ല, ഞങ്ങളുടെ സന്തോഷത്തിന് എന്തെങ്കിലും വാങ്ങണം. സാബ് ഒന്നും വാങ്ങാറില്ല. പറ്റില്ല ചേട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. വാങ്ങണം. എന്നാ 100 രൂപ. അതിച്ചിരി കൂടുതലല്ലേ? മാങ്ങാ തൊലി. ഞാൻ ആരാ എന്താന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിട്ട് തന്നെയാ അവൾ എന്നെ പ്രേമിച്ചത്. ഒരു ദിവസം അവൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. അവളുടെ ഫാമിലിയെ പരിചയപ്പെടുത്തി. ആന്റണി, ഇത് ജോ, എന്റെ കസിൻ ആണ്. ഹിസ് എ മ്യൂസീഷ്യൻ. ഹലോ. പാട്ടെന്ന് വെച്ചാ എനിക്ക് ജീവനാണ്. പാട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ. Come on, Anthony. പാടൂ. Come on, man. Come on. പാടൂ. പാടരുത്. പാടൂ പ്ലീസ്. പാടല്ലേ പ്ലീസ്. പാടൂന്നേ. പാടല്ലേ. പാടി. കടുവായെ കിടുവ പിടിക്കുന്നേ, ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ, അയ്യ കമോൺ എവരിബഡി. കനവും പോയേ കളവും പോയേ, കാനായി കുട്ടിച്ചാത്ത സ്വാഹ ആഹ ആഹ സ്വാഹ ഹോയ് ഹോയ് ഹോയ്. കമോൺ എവരിബഡി. കടുവ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. കള്ളു കുടിച്ചാലും പോകൂല, അത് സാമി വലിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോകൂല, അത് സാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങട കൈ കൊടുത്താലും വെറും ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞിട്ട് നീക്ക് തുറയെറിയില്ല സുന്ദരി പെണ്ണേ. എന്താ സീൻ? എടാ അളിയില്ലേ ടെറസിന്റെ വെള്ളി ചെടി നനയ്ക്കുന്ന പരിപാടി ഉണ്ടായില്ലേ? എന്ത് ചെടിയാന്നറിയോ? ഇല്ല. കഞ്ചാവായിരുന്നു. വല്ല കൈമടക്കം കൊടുത്ത് ഊരി പോരാൻ നോക്ക്. കൈക്കൂലിയൊക്കെ തെറ്റല്ലേ? ഓ ഇന്നോ ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു. കണ്ണീർ തേവി നനച്ചു കിനാവിന്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു. ഇവനാണ്, ഈ പന്നിയാണ് നമ്മുടെ പാത്തുനെ കൊന്ന് കാനലിട്ടത്. സാറേ, ഇത് കൈവിട്ട കളിയാണ്. അവന്മാരെന്തെങ്കിലും ചെയ്യട്ടടോ. ഇത്തിരി പോന്ന കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരെ ശിക്ഷിക്കേണ്ടത് നമ്മളല്ലടോ, ജനങ്ങളാ. കുത്തിക്കുകളടി.
ഇവന്മാരി അച്ഛൻ അപ്പുറത്തേക്ക് കളിക്കുന്നത്